ഇന്ന് അന്താരാഷ്ട്ര ഫോട്ടോഗ്രഫി ദിനം. ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങളെ അതേപടി പകർത്തി സൂക്ഷിക്കണമെന്നതാണ് ഫോട്ടോഗ്രഫിയെ പ്രിയങ്കരമാക്കുന്നത്. സ്റ്റുഡിയോ ഫോട്ടോഗ്രഫി, സ്ട്രീറ്റ് ഫോട്ടോഗ്രഫി, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രഫി എന്നൊക്കെ നമുക്ക് സുപരിചിതമാണ്. എന്നാൽ മോർച്ചറി ഫോട്ടോഗ്രഫിയെക്കുറിച്ച് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അരപ്പതിറ്റാണ്ടിലേറെ കാലമായി മോർച്ചറി ഫോട്ടോഗ്രഫി മേഖലയിൽ സജീവമാണ് തിരൂർ സ്വദേശി അബ്ദുൾ റഷീദ് ബാവ എന്ന തിരൂരുകാരുടെ സ്വന്തം ബാവാക്ക. വിശേഷങ്ങൾ അദ്ദേഹം തന്നെ പറയും. ഇന്ന് അന്താരാഷ്ട്ര ഫോട്ടോഗ്രാഫി ദിനമാണ്. ഈ ഫോട്ടോഗ്രാഫി ദിനത്തിൽ ഒരു സ്പെഷ്യൽ ക്യാമറാമാനെയാണ് കേരള വിഷന്റെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. തിരൂരിന്റെ സ്വന്തം ബാവാക്ക. അദ്ദേഹത്തിന്റെ ഫോട്ടോഗ്രാഫിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതെന്താണെന്ന് അദ്ദേഹം തന്നെ പറയട്ടെ. അതെൻ്റെ ഉപ്പാൻ്റെ പേര് ബാപ്പു എന്നാണ്, ബാപ്പു സ്റ്റുഡിയോ. അപ്പോൾ ഉപ്പാൻ്റെ അടുത്ത് ഞാൻ ചെറുപ്പം മുതലേ ഉപ്പാൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഇപ്പോൾ ജോലി ചെയ്യുമ്പോൾ ഫോട്ടോഗ്രാഫി, പ്രിൻറ്റിങ്, ടച്ചിങ് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ നോക്കി പണി പഠിച്ച് അങ്ങനെ സ്കൂളിലും പോകുന്നുണ്ട്. അങ്ങനെ വാപ്പ പുറത്തൊക്കെ പോയാൽ പിന്നെ സ്റ്റുഡിയോയിൽ ആൾ വരുമ്പോൾ ഞാൻ ഫോട്ടോ എടുക്കും. ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കാലമാണ് അന്ന് കളർ ഇറങ്ങിയിട്ടില്ല. പുഴയിൽ വീണുമരിച്ച മൃതദേഹത്തിന്റെ ചിത്രമാണ് ബാവാക്ക ആദ്യമായി പോലീസിനു വേണ്ടി ഫ്രെയിമിലാക്കിയത്. 10ാം വയസ്സിൽ കമിഴ്ന്നു കിടന്ന മൃതദേഹത്തിൽ മുഴുവൻ പുഴുക്കളായിരുന്നു അത്രേ. ആ ചിത്രം ഇപ്പോഴും മങ്ങലേൽക്കാതെ ഓർമ്മയുടെ ഫ്രെയിമിനുള്ളിൽ ഓർത്തുവെക്കുന്നുണ്ട് ബാവാക്ക. പുഴയില് വീണ് ഏതോ ഒരു ബോഡി ഒലിച്ചു വന്നതാ. ഈ ബോഡി മറച്ചിട്ടപ്പോ പുഴുക്കൾ ഇങ്ങനെ തുരുതുരുന്നനെ പുഴുക്കളാ. അപ്പോൾ ആ പുഴുക്കളുള്ള സമയത്ത് അവിടുന്ന് ഫോട്ടോ എടുക്കാൻ വന്നു. ഉപ്പയുടെ വഴിയെ നടന്ന ഇതേ പാതയിൽ ഇപ്പോൾ അരപ്പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. പുഴുവരിച്ചതു മുതൽ ചിതറി ഛിന്ന ഭിന്നമായ എത്രയധികം മൃതദേഹങ്ങളെ അദ്ദേഹം ഇതിനകം പകർത്തിയിരിക്കുന്നു. മരണവും മൃതദേഹങ്ങളും കണ്ട് മടുപ്പ് തോന്നിയിട്ടില്ല. പേടിയോ എന്ന് ചോദിച്ചാൽ മറുപടി ഇങ്ങനെ. ഇത് കാണുമ്പോ ഫോട്ടോ എടുക്കണ്ടതിനെ പിന്നെ എടുക്കണ്ടേ. വണ്ടി ട്രെയിൻ തട്ടിയാലും കാലും കയ്യും തലയൊക്കെ വേർപെട്ടിട്ടുണ്ടാവും. അതന്നെ പിന്നെ ചിലത് ട്രെയിൻ തട്ടി മരിച്ചു കഴിഞ്ഞാൽ ചിലത് തല മാത്രമേ കേട് വന്നിട്ടുണ്ടാവുള്ളൂ. പിന്നെ ചിലവർ കൈ മുറിഞ്ഞിട്ടുണ്ടാവും. ഇത് ചിലത് പീസാവും. അതൊക്കെ ഒരു ഇതന്നെയാണ്, ഒരു വിഷമമാണ് കാണുമ്പോൾ. മരണങ്ങളിൽ പലതും ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്നതായിരുന്നു. ആ ചോദ്യങ്ങൾക്ക് ബാവാക്ക എടുത്ത ചില ചിത്രങ്ങളെങ്കിലും ഉത്തരമാകാറുമുണ്ട്. കാലത്തിനൊപ്പം ക്യാമറകൾക്കും മാറ്റം വന്നു. നിറപ്പകിട്ടുള്ള ആഘോഷങ്ങൾക്കൊപ്പം ഫോട്ടോഗ്രഫിയും പല പേരുകളിൽ അറിയപ്പെട്ടു. അപ്പോഴും ഈ മനുഷ്യന്റെ ക്യാമറ നിറംകെട്ട മരണങ്ങളിലേക്ക് നീളുകയാണ്. ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ബാക്കി നിർത്താതിരിക്കാൻ. ക്യാമറ പേഴ്സൺ വൈഷ്ണവിനോടൊപ്പം അശ്വിനി ശ്രീവേൽ, കേരള വിഷൻ.